ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾക്ക് സൺഡേ വ്ളോഗാണ് കിട്ടുന്നത്. സൺഡേ വ്ളോഗ് സൺഡേയിൽ ഞങ്ങൾ ചെയ്യാൻ പോണ പണികളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ തേങ്ങയൊക്കെ പൊതിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ തേങ്ങ വെട്ടി നമ്മൾ വെളിച്ചെണ്ണൊക്കെ കൊടുക്കത്തെ വില ആയതുകൊണ്ട് നമ്മൾ തേങ്ങാട്ടാൻ പോകണം. അപ്പോൾ അനുചേട്ടൻ്റെ ഒരു പണി കാണിച്ചു തരാം, ട്രിക്ക് കാണിച്ചു തരാം. ട്രിക്ക് ഒരു പണിയില്ല, ഇത് വെറുതെ ഒരെണ്ണം പൊട്ടിക്കാനല്ലേ. ഞങ്ങൾക്ക് നല്ലോണം വട്ടം പൊട്ടിക്കാൻ അറിയാം. മുമ്പത്തെ കൈവരി പൊളിയോന്നല്ലാണ്ട് തേങ്ങ പൊളിയോന്ന് എനിക്ക് തോന്നുന്നു കേട്ടാ. ആ കൈവരി പൊളിഞ്ഞ് വെറുതെ പോകും. ഞാനിപ്പോ ചെയ്തതാണ്. അല്ലോടോ പൊട്ടിച്ചു. അപ്പോൾ വാക്കത്തില്ലാണ്ട് പെട്ടെന്ന് തേങ്ങ പൊളിക്കാനുള്ള ഐഡിയ ഉണ്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കഷ്ണം കയറി ഇങ്ങനെ ചുറ്റിയിട്ട് എവിടെയെങ്കിലും വാക്കത്തിലാണ്ട് തേങ്ങ പൊട്ടിക്കണതിൻ്റെ ടെക്നിക്കാണ് അനുചേട്ടൻ കാണിച്ചു തന്നിട്ട് ലാസ്റ്റ് അനുചേട്ടൻ കത്തി എടുത്തിട്ട് തേങ്ങ തെക്കി പൊളിക്കുകയും ചെയ്തിട്ടാ. എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് കയറ് ചുറ്റിയിട്ട് ഇങ്ങനെ അടിച്ച് പൊളിച്ചതെന്ന് അപ്പോൾ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുക. ചെറിയൊരു മാവുണ്ട് കേട്ടോ ഞങ്ങളുടെ ഈ മുറ്റത്ത്. അപ്പോൾ ആ മുറ്റത്ത് നിൽക്കണ ചെറിയ മാവിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തേക്കേണ്ട ആ കൂട് സേഫായിട്ട്. ആ പറന്ന് പോണവർ അവിടെ സുഖമായിട്ട് ഇങ്ങനെ ഇരുന്നോട്ടെ എന്നോർത്ത്. പക്ഷേ അമ്മക്കാക്ക് ഒരു കൊമ്പിലും അപ്പൻകാക്ക് വേറൊരു കൊമ്പിലും ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ടിട്ട് നമുക്ക് മുറ്റത്തൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. ഇപ്പം മുറ്റത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം നമ്മളെ കൊത്താൻ വേണ്ടിയിട്ട് കാക്ക പാഞ്ഞെടുക്കും കേട്ടോ. അപ്പോൾ തകൃതിയായിട്ട് ഇവിടെ നമ്മളുടെ തേങ്ങ പൊട്ടിച്ചുകൊണ്ടിരിക്കേണ്ട. തേങ്ങ പൊട്ടിച്ച് തേങ്ങ ഒന്ന് ആട്ടി വെളിച്ചെണ്ണയൊക്കെ എടുക്കാമെന്ന് ഓർത്താൽ അന്ന് തുടങ്ങിയ മഴയാണ്. അപ്പോൾ മഴ കാരണം 2-3 ദിവസമായിട്ട് ഇങ്ങനെ പെൻഡിങ്ങിന് വെച്ച് ഇന്ന് നല്ലൊരു വെയിൽ കോൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ തേങ്ങ വെട്ടാൻ വേണ്ടി രാവിലെ ഞാൻ ഇറങ്ങിയേക്കേണ്ട. പിന്നെ ഇപ്പോൾ ഇതൊന്ന് വെയിലൊക്കെ കൊള്ളിച്ചിട്ട് നമ്മൾക്ക് ആട്ടിയെടുക്കണം. വെളിച്ചെണ്ണക്കാണെങ്കിൽ കൊടുക്കത്തെ റേറ്റ് കാരണം തേങ്ങയും കുറച്ച് അധികം ഉണ്ട്. അപ്പം നമ്മൾക്ക് ആട്ടാന്നുള്ളതിൽ ഇങ്ങനെ നിൽക്കണം. കഴിഞ്ഞ ദിവസം പൊതിച്ചൊക്കെ വെച്ചേക്കണം കേട്ടോ. എല്ലാം പൊട്ടിച്ച് തേങ്ങ വെള്ളം വേറൊരു പാത്രത്തിലിട്ട് പകർത്തി വെക്കണ്ട കേട്ടോ, കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് തേങ്ങ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു രക്ഷയില്ല, കാക്ക ഇങ്ങനെ റോന്ത് ചുറ്റി നടക്കേണ്ട നമ്മുടെ കുറേ കൂടി. പുറത്തോട്ട് ഇറങ്ങുമ്പോഴേക്കും തലയിൽ കൊത്തലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിനെ കൊണ്ടൊന്ന് സംരക്ഷിച്ച് വെച്ചേക്കണമെന്നുണ്ടെങ്കിലും കാക്കയുടെ അമ്മക്ക് അറിഞ്ഞൂടല്ല അവനെ സംരക്ഷിച്ചാണ് നമ്മൾ നോക്കണേന്നൊക്കെ. തീറ്റയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാന്ന് വെച്ചാൽ ഒന്നും ഒരു രക്ഷയില്ല. അപ്പം ഞാൻ എവിടെയെങ്കിലുമൊക്കെ തീറ്റയൊക്കെ കൊണ്ടുവന്ന് വെക്കും. അമ്മ കാണുന്ന വിധത്തിൽ തീറ്റ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അത് കൊത്തിയെടുത്തിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അത് തന്നെ വലിയൊരാശ്വാസം. കാലത്തും തന്നെ ഇവരുടെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇത്തിരി വൈകിയാണ് എണീറ്റത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ചായയുടെയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വെച്ച താറാവ് റോസ്റ്റൊക്കെ ഇരിക്കണോണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. പിന്നെ ഞായറാഴ്ച ആയിട്ട് നമ്മൾ പൊറോട്ട വാങ്ങിക്കും. അപ്പോൾ പൊറോട്ട താറാവ് റോസ്റ്റും ഉണ്ടാകും. അവരുടെ തീറ്റയൊക്കെ കഴിഞ്ഞാൽ ഞാൻ അവരുടെ പണിയുടെയൊക്കെ ഇടയിൽ പോയിരുന്നിട്ട് അവർ ചെയ്യണം കണ്ടുകൊണ്ട് നമ്മൾ ചായ കുടിക്കേണ്ട അവരുടെ അരിയത്ത് പോയിരുന്നു നിന്നിട്ട്. അങ്ങനെ നമ്മുടെ തേങ്ങ വെട്ടലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു തെങ്ങ് മാത്രമേ ഉള്ളൂ കേട്ടോ. ആ തെങ്ങുമ്മയിൽ നിന്ന് കിട്ടണ തേങ്ങ മാത്രമേ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് എടുക്കും. ഇങ്ങനെയൊക്കെ കുറച്ചധികം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ആട്ടിയും വെക്കും കേട്ടോ. അപ്പോൾ താഴെ തന്നെ ഇട്ടിട്ട് ഉണക്കാമെന്ന് പറഞ്ഞിട്ട് ഷീറ്റൊക്കെ വിരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ തേങ്ങയൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടാണ്. ഞാനിതൊന്നും ചെയ്യണില്ല, ഞാനിവിടെ ഇരുന്ന് ഇതൊക്കെ കണ്ടുകൊണ്ട് നിർദ്ദേശം കൊടുത്തോണ്ടിരിക്കേണ്ട. അങ്ങനെ തേങ്ങ ആദ്യം ഒന്ന് കമത്തിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് വെള്ളവും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് കമത്തി വെക്കും. അതിന് ശേഷം ഒന്ന് മറിച്ച് വെക്കും. തിരിച്ചും മറിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ ഈ പ്രോസസ്സ്. അങ്ങനെ മിക്കുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മിക്കു വീട്ടിലുള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അവൻ എൻ്റെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഭംഗിയായിട്ട് നോക്കിക്കോളും. അങ്ങനെ മിക്കുവിനെ ഏൽപ്പിച്ചിട്ട് മിക്കു എല്ലാം കമത്തിയൊക്കെ വെക്കണ്ടിട്ട് ഇവിടെ ഇരുന്നു. അപ്പം ഇനി പനിച്ചേട്ടൻ്റെ കുറച്ച് പ്രകടനമുണ്ട്. ഇനി ആ അല്ലാത്ത കാക്കകളെ കൂടി വിളിച്ച് വരുത്താൻ വേണ്ടിയിട്ട് പനിച്ചേട്ടൻ്റെ ഒരു ട്രിക്ക് കാണിച്ചത്. എന്താ ടോമിൻ്റെ കറക്റ്റാണ്. പക്ഷേ എന്തായാലും ഈ കാക്കളെ സമ്മതിക്കണോട്ടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് അപ്പം തന്നെ എല്ലായിടത്തുനിന്നും എവിടെ നിന്നൊക്കെയാണ് ഈ കാക്കകൾ വന്നതെന്നാണ്. നമ്മൾ മനുഷ്യർ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യർ നമ്മളെ ഒരു സഹായത്തിൻ്റെ നേരത്തെ ഒരാളും കാണൂല. പക്ഷേ ഈ കാക്കകളെ സംബന്ധിച്ച് ശരിക്കും സമ്മതിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു കൂട്ടായ്മ,
വിളിച്ച അപ്പം തന്നെ പ്രശ്നം ഉണ്ടാക്കി ഒരൊച്ച ഉണ്ടാക്കിയപ്പോഴേക്കും എല്ലാ കാക്കളൊക്കെ പാഞ്ഞെടുത്തിട്ട് അപ്പോൾ വാങ്ങിച്ചിട്ട് പാലും കൊണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കസ്റ്റർഡ് പൗഡറൊക്കെ വാങ്ങിച്ചിട്ട് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ കൂടെ കയറിയൊക്കെ ഉണ്ട് അടുക്കളയിൽ. അപ്പോൾ ഞാൻ കഞ്ഞിക്കരിയും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് തിരിഞ്ഞ പാടെ പുള്ളിക്കാരൻ ഇതൊക്കെ തീ കൂട്ടി വെച്ചും അപ്പുറത്തോട്ട് പോയി. ഇത് ഇത്രേ ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇത്തിരി നേരമൊക്കെ വല്ലപ്പോഴേ എന്നെ കൂടി അടുക്കളയിൽ കയറുള്ളൂ. പക്ഷേ കയറുന്ന ആ ഒരു സമയം കൊണ്ട് എനിക്ക് എന്തെല്ലാം ഉപദ്രവം ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ മുഴുവൻ അനുസരിച്ചതിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തു തരും. അങ്ങനെ നമ്മളുടെ ആ പാനൊക്കെ മുഴുവനും കരി പിടിച്ച് ആ മൊത്തം ശോകമൂകം കരിഞ്ഞും പോയി. പകുതിയെ എൻ്റെ മോൾ ഭാഗത്തു നിന്നുള്ള പുഡിങ്ങിൻ്റെ ആ ഒരു ഇത് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. എനിക്ക് ദേഷ്യം കയറിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ കാലത്ത് തന്നെ തുടച്ച് വൃത്തിയാക്കിയൊക്കെ ഇട്ടേക്കണം നമ്മുടെ അടുക്കളയുടെ സ്ലാബും നമ്മളുടെ അടപ്പും ഒക്കെ നശിപ്പിച്ചിട്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ കഞ്ഞിക്കിട്ടതൊക്കെ ഇറക്കി താഴോട്ട് വെച്ചിട്ട് വീണ്ടും ഒരു തുണി എടുത്തിട്ട് ഇത് മുഴുവനും തുടച്ച് നീക്കണല്ലേ എന്നുണ്ടെങ്കിൽ ഇത് പിന്നെ ഇപ്പോൾ പാകം ചെയ്ത് വരുമ്പോൾ അത് മുഴുവനും കരിഞ്ഞ് പിടിച്ച് ഉണങ്ങി അവിടെ ഇരിക്കും. പിന്നെ അത് വേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് നമ്മളെല്ലാം ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് അവിടെ നിന്ന് മാറ്റേണ്ട. ഇവിടെ ഒരുവിധം ഞാൻ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാനതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള മട്ടിൽ ഇതേ മാറി വേറെ പോയി പുറത്ത് ഇരുന്നിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കേണ്ട. ഇതിപ്പോൾ തിളച്ച് പോയതൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഞാനാണെന്നുള്ള മട്ടിലാണ് പുള്ളിക്കാരൻ പോയിരിക്കണത് കേട്ടോ. എന്തെങ്കിലും വഴക്ക് പറയാമെന്ന് ഓർത്ത് ഇതിൻ്റെ മൂത്തോട്ട് നോക്കി കഴിഞ്ഞാൽ പ്രാക്കെത്തും. അതേപോലത്തെ ഒരു പിള്ളേരുടെ ഒരു മൈൻഡ് സെറ്റാണ് ചേട്ടന്. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അതാരണം നമുക്ക് പിണങ്ങാനൊന്നും തോന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യം ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കും. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ പണി ഇതൊക്കെയാണ്. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞിട്ട് അതേ പാത്രത്തിലൊക്കെ എടുത്ത് വെക്കണ്ട കേട്ടോ. ഇപ്പം ഞങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല, കാക്ക കുഞ്ഞവിടെ ഇരിക്കണ കാരണം ഇങ്ങനെ റാഞ്ചി നടക്കണോണ്ട് തന്നെ മിക്കൂസിനെയും വിളിച്ചിട്ടാണ് അമ്മച്ചി എന്തായാലും കാര്യത്തിനൊക്കെ പോണത്. അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് മറിച്ച് വെക്കാൻ വേണ്ടി ചെന്നിട്ട് കാക്ക റാഞ്ചിയിട്ട് മിക്കുവിനോട് നിർത്തിയേക്കേണ്ട ചൂലും കൊണ്ടുവന്ന് ആട്ടാൻ വേണ്ടിയിട്ട്. അമ്മാമ്മയുടെ തലയിരിക്കും മിക്കവാറും പോണേന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഞാൻ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ആട്ടി വരുമ്പോൾ അമ്മച്ചി അങ്ങനെ ഇപ്പോൾ എഴുന്നേക്കണമെങ്കിൽ അമ്മച്ചിയുടെ പണി കഴിഞ്ഞു. അവൾക്ക് നമ്മളുടെ ഇറച്ചിയൊക്കെ വേവിച്ച് വെച്ചതൊക്കെ ഏകദേശം സെറ്റാണ്. ഇനിയിപ്പം നമ്മൾക്ക് അതൊക്കെ ഒന്ന് എടുത്തിട്ട് എടുത്ത് വെക്കണം. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വലിയ പണികളൊന്നുമില്ല, അലക്കലും കാര്യങ്ങളൊക്കെ രാവിലെ കഴിച്ച് വെച്ച്. ഇനിയിപ്പോൾ ഇന്നിപ്പോൾ കറി കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ചോറും ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം പണികളൊക്കെ സെറ്റാണ്. പിന്നെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതെന്ന് തന്നെയാണ് ഓർത്തേക്കണത്. ഇന്നൊന്ന് വെറുതെ ഇങ്ങനെ ഇരുന്ന് ഫുള്ള് റിലാക്സ് ചെയ്യണം. അങ്ങനെ നമ്മൾ വേഗം ഇറച്ചിയിലേക്ക് കൊലത്തിയിട്ടിട്ട് ചോറൊക്കെ ഒന്ന് ഊറ്റി വെച്ച് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും നമ്മുടെ കസ്റ്റാർഡൊക്കെ ഒന്ന് തണുക്കാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇറച്ചിയിൽ അത്യാവശ്യം വെള്ളം ഉണ്ടിട്ട് ഇത് ഇറച്ചിയിൽ തന്നെ ഇറങ്ങിയേക്കണതാണ്. ഇനിയിപ്പോൾ അത് വെറ്റിച്ചെടുക്കാനും പറ്റില്ല. എന്താ വെച്ചാൽ ഇറച്ചി ഭയങ്കരമായിട്ട് വെന്ത് പോയി. ഇനിയിപ്പോൾ ഒന്നും നിവൃത്തിയില്ല. അപ്പോൾ അതങ്ങനെ ഞാൻ തിളച്ചിട്ട് ഇങ്ങനെ ഇടാൻ ഓർത്തു. അപ്പോഴാണ് മിക്കുവിൻ്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട് കേട്ടോ. മിക്കുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഐവിൻ. അപ്പോൾ ഐവിനും വന്നിട്ടുണ്ട്. അപ്പം ഇന്നലെ അവൻ്റെ വീട്ടിലായിരുന്നു കളിക്കാൻ പോയിച്ചു. അപ്പോൾ ഇന്ന് ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ വേഗം ഉച്ചയായി കഴിഞ്ഞപ്പോഴേക്കും എത്തിയിട്ട് അപ്പോൾ രണ്ടുപേരും കൂടി ഭയങ്കര തകൃതിയായിട്ട് കളിയാണ് കേട്ടോ. ഇന്ന് മിക്കുവിൻ്റെ സമയം അങ്ങനെ വൈകുന്നേരം അങ്ങനെ തീർന്നു പോയിക്കോളും. അപ്പോൾ ഇവനൊക്കെ വന്നേക്കണ ആറിനോണം നമ്മൾ കസ്റ്റർഡൊക്കെ ഉണ്ടാക്കിയിട്ട് സെറ്റ് ചെയ്തൊക്കെ വെച്ചേക്കണം. അപ്പോൾ തണുവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തിരി കസ്കസൊക്കെ വെള്ളത്തിലിട്ട് വെച്ചതൊക്കെ എടുത്തിട്ടിട്ട് നമ്മുടെ ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞ് വെച്ചതും കസ്കസൊക്കെ റെഡിയാക്കി തണുത്തതും ഒക്കെ കൂടി ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് കൊടുത്തത് ഞാൻ കാണിച്ചില്ല. എന്നെ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞാൽ അമ്മേനെ കാണിക്കാതിരുന്നത് കേട്ടോ. അങ്ങനെ ഞാനും ഫ്രൂട്ട് സാലഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വെറുതെ ചെറിയൊരു ഷോർട്സും പോട്ടെ, വെറുതെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നതെന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.